നേരെ ഡൽഹിയിലേക്ക്. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. വനിതകൾക്ക് 2500 രൂപ അടക്കം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഉടൻ നടപ്പാക്കുമെന്നും ശീഷ് മഹലിൽ താമസിക്കില്ല എന്നുമാണ് രേഖാ ഗുപ്തയുടെ പ്രതികരണം. मुझे सौंपी गई है और मैं एक बार फिर से बहुत बहुत धन्यवाद करती हूँ आदरणीय प्रधानमंत्री नरेंद्र मोदी जी का, भारतीय जनता पार्टी के शीर्ष नेतृत्व का, अपने राष्ट्रीय अध्यक्ष नड्डा जी का, आदरणीय अमित शाह जी का, जिन्होंने मुझ जैसी साधारण परिवार की बेटी पे इतना भरोसा जताया और दिल्ली जो देश की राजधानी है उसकी जिम्मेदारी मुझे सौंपी। निश्चित रूप में मैं अपनी पूरी क्षमताओं के साथ, पूरी ताकत के साथ, ईमानदारी के साथ में उस जिम्मेदारी को निभाऊंगी। देखिए, मेरे दिल्ली के लिए 2 प्राथमिकताएं हैं। पहली प्राथमिकता जो दिल्ली से के लिए हमने कमिटमेंट्स की हैं अपनी सरकार की ओर से, उन सारी कमिटमेंट्स को पूरा करना। दूसरा, आदरणीय प्रधानमंत्री नरेंद्र मोदी जी ने जो दिल्ली के लिए विजन दिया है, उस विजन को साकार करने में टीम मोदी बन के हमारे 48 के 48 विधायकगण काम करेंगे और टाइम बाउंड तरीके से एक एक कमिटमेंट जो हमने जनता से की है उसे पूरा किया जाएगा। 6 മന്ത്രിമാരും ഇന്ന് ഇതോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പർവേഷ് സാഹിബ് സിംഗ് വർമ്മയ്ക്ക് ഉപമുഖ്യമന്ത്രി പദം ലഭിക്കും. വിജേന്ദർ ഗുപ്ത സ്പീക്കറാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന രാംലീല മൈതാനത്തിന് പുറത്ത് പ്രവർത്തകർ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. വി ആർ കാർത്തിക് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നു. കാർത്തിക്, 26 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം BJP സർക്കാർ രാജ്യ തലസ്ഥാനത്ത് അധികാരമേൽക്കുമ്പോൾ ദില്ലിയിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി കൂടിയായി രേഖാ ഗുപ്ത മാറുന്നു. ഡബിൾ സന്തോഷമാണോ ആഘോഷങ്ങളിൽ പ്രതിഫലിക്കുന്നത്? ഈ മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരിലേക്ക് പ്രധാനപ്പെട്ട സമുദായങ്ങൾക്കൊക്കെ കൃത്യമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. വിവരങ്ങൾ. 4 നൂറ്റാണ്ടിന് ശേഷം ഡൽഹി ഭരണത്തിലേക്ക് തിരിച്ചെത്തുന്ന BJP സ്വയറിംഗ് സെറിമണി ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പുകളാണ് രാംലീല മൈതാനത്തിന് പുറത്ത് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ രാംലീല മൈതാനത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJPയുടെ മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രിമാർ അടക്കമുള്ള പ്രമുഖർ ഇതിനോടകം തന്നെ രാംലീല മൈതാനത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. പല പ്രമുഖരും ക്ഷണം സ്വീകരിച്ച് എത്തുകയും ചെയ്തിട്ടുണ്ട്. BJP മറ്റൊരു ചരിത്രം കൂടി കുറിക്കുകയാണ് ഇന്ന് എന്നതാണ് ഏറെ ശ്രദ്ധേയം. ദില്ലിയുടെ ചരിത്രത്തിൽ BJPയുടെ 2ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത എത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 11 ദിവസത്തിന് ശേഷം ഇന്നലെയായിരുന്നു BJP പാർലമെന്ററി ബോർഡ് ചേർന്ന് ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. നേരത്തെ പല പേരുകളും ചർച്ച ചെയ്തിരുന്നെങ്കിലും ഒരു വനിതാ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ BJPയുടെ തീരുമാനം എത്തുകയായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ബനിയൻ സമുദായത്തിൽ നിന്നുള്ള രേഖാ ഗുപ്തയെ മുഖ്യമന്ത്രിയാക്കുന്നതിലൂടെ പലതരത്തിലുള്ള രാഷ്ട്രീയ ദീർഘവീക്ഷണത്തോടെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളും BJP ലക്ഷ്യമിടുന്നു എന്ന് വ്യക്തം. ഹരിയാനയിൽ ജനിച്ച രേഖാ ഗുപ്ത മാത്രമല്ല, രാജസ്ഥാനിലും ഗുജറാത്തിലുമടക്കം നിർണായക സ്വാധീനമുള്ള ഒരു സമുദായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവ്. ഇത്തരത്തിൽ രേഖാ ഗുപ്തയെ ഉയർത്തിക്കാണിക്കുന്നതിലൂടെ പല ഘടകങ്ങളും BJP ലക്ഷ്യമിടുന്നു. മറ്റൊന്ന്, ഡൽഹിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ വനിതാ മുഖ്യമന്ത്രിമാർ ആയിരുന്നു ഏറെക്കാലമായി ഉണ്ടായിരുന്നത്. പ്രധാനമായും നേരത്തെ ആദ്യഘട്ടത്തിൽ ഷീല ദീക്ഷിത്, സുഷമ സ്വരാജ്, അതോടൊപ്പം തന്നെ അദീഷി. അതിനുശേഷം 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആദ്യമായാണ് രേഖാ ഗുപ്ത മത്സരിക്കുന്നത്. 25,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ആദ്യ തവണയാണ് MLA ആകുന്നതെങ്കിലും രേഖാ ഗുപ്തയെ പരിഗണിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന്, ആദ്യഘട്ടത്തിൽ സജീവമായി പരിഗണിക്കപ്പെട്ടിരുന്ന, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകളാണ് ഇപ്പോൾ മറ്റു മന്ത്രിമാരായി ഈ രേഖാ ഗുപ്തയുടെ ക്യാബിനറ്റിലേക്ക് എത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ ഏറ്റവും പ്രധാനം പർവേഷ് വർമ്മ തന്നെയാണ്. കെജ്രിവാളിനെ തോൽപ്പിച്ചത്
വിജയിച്ച പർവേസ് ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം ലഭിക്കും എന്നതാണ് പുറത്തുവരുന്ന ഉപമുഖ്യമന്ത്രി പദം ലഭിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മഞ്ജിന്ദർ സിംഗ് സിർസ, അതോടൊപ്പം തന്നെ രവീന്ദ്രകുമാർ ഇന്ദ്രരാജ്, അതോടൊപ്പം തന്നെ കരവാൾ നഗറിൽ നിന്നും ജയിച്ച കപിൽ മിശ്ര, നേരത്തെ AAP-യിൽ നിന്ന് BJP-യിലേക്ക് എത്തിയ നേതാവാണ്. ഡൽഹി കലാപ സമയത്തടക്കം അദ്ദേഹത്തിന്റെ പല പ്രതികരണങ്ങളും വിവാദമായിരുന്നു. അദ്ദേഹത്തിന് മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. RSS-യുമായി ശക്തമായ ബന്ധമുള്ള ആശിഷ് സൂദ്, ഡൽഹി ഘടകത്തിലെ BJP-യുടെ പ്രധാന നേതാവ് കൂടിയാണ് അദ്ദേഹവും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നു. പങ്കജ് കുമാർ സിംഗ് വികാസ്പൂരിൽ നിന്ന് ജയിച്ച MLA ആണ്, അദ്ദേഹവും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നു. ഇത്തരത്തിൽ 6 മന്ത്രിമാരാണ് രേഖാ ഗുപ്തയുടെ മന്ത്രിസഭയിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. ജാട്ട്, സിഖ്, പഞ്ചാബി, അതോടൊപ്പം തന്നെ ദളിത്, പൂർവാഞ്ചലി സമുദായങ്ങൾക്ക് എല്ലാം അത്തരത്തിലുള്ള സാമുദായിക സമവാക്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മന്ത്രിസഭ രൂപീകരണം എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും 70-ൽ 48 സീറ്റുകളുമായി 27 വർഷത്തിന് ശേഷം BJP അധികാരം പിടിച്ചു. ആ അധികാരം പിടിച്ച ശേഷം അത്തരത്തിൽ ഒരു ചരിത്ര സംഭവം ആക്കി തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ മാറ്റാനുള്ള ഒരുക്കത്തിലാണ് BJP. റൈറ്റ്. RSS-ന്റെ ശക്തമായ പശ്ചാത്തലത്തോടു കൂടിയാണ് ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്യുന്നത്.